ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഇന്ന് വായിച്ച വേദഭാഗത്ത് നിന്ന് ഒരു വാക്യം. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. ഈ വിശുദ്ധ ദിവസം ഈ പ്രഭാത ആരാധനയിലേക്ക് ഞാനും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവം എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പ്രത്യേക കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒന്ന്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പല താല്പര്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ അറിയുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ ചോദിക്കും. വേറെ ചില തമാശയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിന് ചിലപ്പോൾ ഈ ടി വിയിലൊക്കെ പറയുന്ന പോലെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചിലപ്പോൾ കുട്ടികൾ റിഡിൽസ് ചോദിക്കും. സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ഇതുപോലുള്ള റിഡിൽസ്, പസിൽസൊക്കെ ചോദിക്കും. അത് ഇപ്പോൾ ഉദാഹരണം പറയാമെങ്കിൽ, വാട്ട് ഗോസ് അപ്പ് വെൻ ദ റെയിൻ കംസ് ഡൗൺ, വളരെ പരിചയമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്കത് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിക്കും. വേറെ ചില സമയത്ത് വളരെ ഗൗരവമായ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ കാര്യങ്ങൾ അറിയുവാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യം, ഇൻ്ററോഗേഷൻ റൂംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രതികളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പതിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ അച്ഛന്മാർക്ക് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് അച്ഛന്മാരോട് ചോദിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നൊരു ചിന്ത ചിലപ്പോൾ സഭാജനങ്ങൾക്ക് ഉണ്ടാവാം, ചില ആളുകൾക്കെങ്കിലും. എന്നാൽ അത് വാസ്തവമല്ല. കാരണം ഒരു വൈദികൻ എന്ന് പറയുന്ന ആളും ഈ വിശ്വാസയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരുപാട് ചോദ്യം വൈദികൻ്റെ മുമ്പിലും ഉണ്ടാവും. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വൈദികൻ്റെ ജീവിതവും ഒക്കെ ഒരു വിശ്വാസിയെപ്പോലെ തന്നെ ഒരു സ്ട്രഗിളാണ്. ഉത്തരങ്ങൾ കാണാത്ത നിമിഷങ്ങളുണ്ട്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ മദർ തെരേസയെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ നടത്തിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൽ മദർ തെരേസ പറഞ്ഞ, എൻ്റെ ജീവിതത്തിൽ ചില രാത്രിയിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ വലിയ മിനിസ്ട്രി ചെയ്യുന്നു, അന്ധകാരം രാത്രിയിൽ എൻ്റെ ചുറ്റുമായിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചൊരു പതിവാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കും. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വീട്ടിലെ വെച്ച് ഭാര്യമാരാണ് കൂടുതൽ ചോദ്യം ചോദിക്കും. ഭർത്താക്കന്മാരെവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എവിടെ ആയിരുന്നു, ആരോടാണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സ്ത്രീകൾ ചോദിക്കും. ഭർത്താക്കന്മാർ അധികം സംസാരിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ അവരധികം ചോദിക്കാറുമില്ല. എന്നാൽ ഈ ചോദിക്കുന്നത് ഒരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ? ഈ ചോദിക്കുന്ന ഒരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ഈ ചോദിക്കുന്നതിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പലതും കണ്ടെത്താനായിട്ട് കഴിയും, മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് എത്രമാത്രം ഗൗരവമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, തമാശനുള്ള ചോദ്യങ്ങളാണോ, അതൊക്കെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ വേദോസ്തം പരിശോധിച്ചാൽ, ഇപ്പോൾ ഇന്ന് 1-ാം പാഠമായി വായിച്ച ഭാഗത്ത്
മോശ ദൈവത്തോടാണ് ചോദിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്? ഞാൻ മിസ്രൈമിൽ ചെന്ന് അവരോട് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ച് എന്നോട് ചോദിക്കും ഇതാരാണ്. അപ്പം മോശ ഉത്തരം മുട്ടിയപ്പോൾ ദൈവത്തോട് തന്നെ നേരിട്ട് ചോദിച്ചു, നിൻ്റെ പേരെന്നാണ്? അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പഴയ നിയമത്തിൽ ഒരുപാടുണ്ട്. പുതിയ നിയമത്തിൽ യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് പല കാര്യം. യേശു കർത്താവും തിരിച്ചു ചോദിക്കുന്നുണ്ട്. പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ യേശു വേറൊരവസരത്തിൽ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആരാണെന്നാണ് പറയുന്നത്. തിരിച്ച് യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് തിരിച്ച് ചോദിച്ചു, വരുവാനുള്ളത് നീയാണോ? അപ്പോൾ ഈ ചോദ്യവും ഉത്തരവും ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വലിയ മാധ്യമമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും പല സംശയമുള്ളപ്പോൾ ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ സഭയുടെ ചരിത്രം, നമ്മുടെ അച്ഛൻ CY തോമസ് അച്ഛന് ഈ സഭാചരിത്രത്തിലൊരു എക്സ്പെർട്ടാണ്. കാരണം അതിൽ അച്ഛനെ പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ചരിത്രപരമായ എന്തെങ്കിലും അറിയണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കും. അപ്പോൾ ഈ ഭാഷാപരമായ എന്തെങ്കിലും എനിക്ക് സംശയമുണ്ടെങ്കിൽ അങ്ങനെ ഭാഷയിൽ പരിചയമുള്ള ആൾ ചോദിക്കും. അപ്പോൾ ഈ ചോദിക്കുന്നത് പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, അപ്പോൾ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് വൈദിക വിദ്യാഭ്യാസത്തെക്കുറിച്ച്. നിശ്ചയമായും വേദശാസ്ത്ര പഠനത്തിൻ്റെ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം വൈദികർക്കുള്ള പരിശീലനം കൊടുക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് അറിവുള്ളതുപോലെ ഈ സെമിനാരിയിലും തിയോളജിക്കൽ കോളേജിലും ഒക്കെ തിയോളജിയും ബൈബിളും മാത്രമല്ല പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് ഒരു വൈദികനാകാൻ ഒരു പ്രീസ്റ്റ്ലി ഫോർമേഷന് ആവശ്യമുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളും തിയോളജിയും കൂടാതെ ഹിസ്റ്ററി പഠിപ്പിക്കും, സൈക്കോളജി പഠിപ്പിക്കും, ഫിലോസഫി പഠിപ്പിക്കും, ചർച്ച് മാനേജ്മെൻറ്റ് പഠിപ്പിക്കും, കൗൺസിലിംഗ് പഠിപ്പിക്കും, ലാംഗ്വേജ് പഠിപ്പിക്കും. അതുകൊണ്ട് ഈ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന ആ ഒരു തലക്കെട്ടിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ വൈദിക വിദ്യാഭ്യാസത്തെ മാത്രം ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ അത് അപൂർണമാണ്. കാരണം ഒരു വൈദികനാകാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വൈദിക വിദ്യാഭ്യാസം ഇപ്പോൾ 4 വർഷമാക്കിയിരിക്കുന്നത്. കാരണം 4 വർഷം കൊണ്ടും തീരില്ല. വേറെ ചില സഭാവിഭാഗങ്ങൾക്ക് 7-8 വർഷങ്ങളാണ്. പ്രത്യേകിച്ച് ഫിലോസഫി ക്ലാസ്സുകളൊക്കെ ദീർഘമായിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ വൈദിക വിദ്യാഭ്യാസം വളരെ എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ 1 വർഷം ഇപ്പോൾ നമ്മുടെ കണ്ണമൂല സെമിനാരിയിലെ ഒരു വൈദിക വിദ്യാർത്ഥിയുടെ ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് തന്നെ 1,25,000 ആണ്. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് അവിടെ ചേർന്ന് പിന്നെ ബോർഡിങ് ആൻഡ് ലോഡ്ജിങ് ചിലവൊക്കെയാണ്. അപ്പോൾ വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു കാര്യമാണ് വൈദിക വിദ്യാഭ്യാസം. അപ്പം അതിൽ കൂടിയ കോളേജിലൊക്കെ പോകണമെങ്കിൽ എക്സ്പെൻസ് കൂടും. അപ്പോൾ സാധാരണ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ഈ സ്പോൺസറിങ് ബോഡിയാണ്. അത് ഡയസിസ് ആണെങ്കിൽ ഡയസിസ് സപ്പോർട്ട് ചെയ്യും, വേറെ വല്ല മിഷൻ ഏജൻസി ആണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഒരു നല്ല കാര്യം, നമ്മൾ വളരെയധികം കൈതുറന്ന് സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ സഹായിച്ച ഒരു വൈദികനായി ഇന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സാങ്കുട്ടി. കണ്ണമൂല സെമിനാരിയിൽ പഠിച്ചു, അദ്ദേഹം വൈദികനായി ഇപ്പോൾ കളമശ്ശേരിയിൽ കൊച്ചിൻ ഡയസിസിൻ്റെ അച്ഛനായിട്ട്. ഒരു വൈദികനായി ഇരിക്കുവാൻ നമ്മൾ ആളുകളെ സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവർ ദീർഘകാലം പരിശീലനത്തിന് പോയ ശേഷമാണ്
പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും 1-2 പേര് നമ്മുടെ സഭയിൽ നിന്ന് വൈദിക വിദ്യാഭ്യാസം ചെയ്യുന്നു. എന്നാൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രത്യേക വിഷയം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് വൈദിക സെമിനാരിയെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തിയോളജിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈദിക വിദ്യാർത്ഥിക്ക് മാത്രമുള്ളതാണ് എന്ന് വിചാരിക്കരുത്. വേദശാസ്ത്രപരമായ അറിവ് അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള അറിവ്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന ആ ഘട്ടം മുതൽ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ പൈതലായി വളർച്ച തുടങ്ങുമ്പോൾ മുതൽ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് വേദശാസ്ത്ര പഠനം. അപ്പോൾ വേദശാസ്ത്ര പഠനത്തിൽ ഉള്ള ഒരു പ്രത്യേകത, ഈ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ചില ആളുകളൊക്കെ എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അവരുടെ താല്പര്യം അനുസരിച്ച്. എന്നാൽ ഇതിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പലർക്കുമുള്ളത് അത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റിലീജിയസ് ക്യൂരിയോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരു അറിയാനായിട്ടുള്ള ഒരു മതപരമായ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു താല്പര്യം, ഒരു ആകാംക്ഷ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത്തരത്തിലുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. ദൈവം ആദാമിനെയും ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ ഒരു ചോദ്യം, ആദാമിനും ഹവ്വായിക്കും പുക്കിൾക്കൊടി ഉണ്ടായിരുന്നു. പുക്കിൾക്കൊടി എന്ന ബെല്ലി ബട്ടൺ അതുണ്ടായിരുന്നു. അത് ചോദ്യം വേണമെങ്കിൽ ന്യായമായ ചോദ്യമാണ്. അത് വെറും റിലീജിയസ് ക്യൂരിയോസിറ്റിയാണ്. അത് ആ ഒരു അറിവുണ്ടായിട്ട് എന്ത് സാധിക്കും? അല്ലെങ്കിൽ വളരെ വിശാലമായ നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങി, ഭൂമി മുഴുവനും, ആ പദം ഉപയോഗിച്ചിട്ട് ഭൂമി മുഴുവനും വെള്ളം പൊങ്ങി, എല്ലാ മൃഗങ്ങളും ഇരണ്ടിരണ്ടായി നോഹയുടെ പെട്ടകത്തിൽ കയറി. അപ്പോൾ അന്ന് നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെ ഈ പരിയാരത്ത് മലയും തിരുമൂലയൊക്കെ മുങ്ങിയായിരുന്നു. റിലീജിയസ് ക്യൂരിയോസിറ്റിയാണ്. അതോ ആ വെള്ളപ്പൊക്കമൊന്നും ഈ ഭാഗത്തൊന്നും വെള്ളം പൊങ്ങിയില്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങൾ അതിന് പറയുന്നത് സാധാരണ പറയുന്നത് നമ്മുടെ ക്യൂരിയോസിറ്റി. അതേ ഒരു ചിലപ്പോൾ അതൊരു വളരെ ഫണ്ണിയായി എന്ന് തോന്നിയാൽ പോലും അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ചിലർ ഇതിൻ്റെ പേരിൽ ആർഗ്യൂ ചെയ്യും, വെറുതെ ആർഗ്യൂ ചെയ്യുന്ന ആളുകൾ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ ക്യൂരിയോസിറ്റിയാണ്. അത് റിലീജിയസ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റിയേക്കാൾ ഏറെ നമുക്ക് ആവശ്യം കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് എന്തെങ്കിലും നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് പ്രയോജനമുണ്ടോ? നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രയോജനമുണ്ട്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അതിനെ സഹായിക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ പരീശന്മാർ യേശുവിനോട് ചോദിച്ചു, യേശുവിനെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയല്ല ചോദിച്ചത്. യേശു അതിനെ പ്രത്യേകിച്ച് ബൈബിളിൽ എടുത്ത് പറയുന്നുണ്ട്, യേശുവിനെ കൊടുക്കുവാൻ ചോദിച്ചു. പക്ഷെ അങ്ങനെ മറ്റുള്ളവരെ കൊടുക്കുവാനായിട്ടുള്ള കുടുക്ക് ചോദ്യങ്ങളും ഉണ്ടാവാം. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, തിയോളജിക്കൽ എഡ്യൂക്കേഷനിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് എഡിഫൈയിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിനുവേണ്ടി ഉത്തരത്തിന് വേണ്ടിയുള്ള അന്വേഷണവുമായിരിക്കണം. അതാണ് എൻ്റെ ഒരു ചിന്തയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. രണ്ടാമതൊരു കാര്യം, നമ്മളെ തന്നെ വിളിക്കുന്നത് വിശ്വാസികളെന്നാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
ഈ ചോദ്യം കൊച്ചു കുട്ടികളോടാണ് സാധാരണ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് കൺഫർമേഷൻ കാൻഡിഡേറ്റ്സിനോട്. അച്ഛന് കുട്ടികളെ 5-6 മാസം പഠിപ്പിച്ചു. പഠിപ്പിച്ചതിന് ശേഷം ഒടുവിൽ അവരോട് ചോദിക്കും, അല്ലെങ്കിൽ ബിഷപ്പ് വരുമ്പോൾ ചോദിക്കും, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? അത് വെറും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചോദിക്കും. ക്രീഡ്, വിശ്വാസ പ്രമാണങ്ങൾ അറിയാമോ, കൽപ്പനകൾ അറിയാമോ? എന്നാൽ അതിന് അപ്പുറമായിട്ട് അതിൽ മാത്രം, അത് കുട്ടികൾക്ക് ലെവലിൽ സാധ്യമാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിൽ നമ്മൾ വളരണമെങ്കിൽ ഈ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ വിശ്വാസം നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ടു നോ യുവർ ഫെയ്ത്ത്. ആരെങ്കിലും എന്താ നീ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇന്ന് ലേഖനമായി വായിച്ച വായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് പറയുന്നുണ്ട്, ഞാൻ സത്യസുവിശേഷം 2-ാം അധ്യായത്തിൽ, ഞാൻ സത്യസുവിശേഷം ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ സത്യസുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ സമർത്ഥരായവരെ ഭരമേൽപ്പിക്കുക. അപ്പോൾ ആ ഒരു പ്രൊഫിഷ്യൻസി, ആ ഒരു സാമർഥ്യം, ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അത് ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു ചർച്ച് ലീഡറിനോ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ആ വേദശാസ്ത്രപരമായ ബൈബിൾ പരമായിട്ടുള്ള അറിവ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറിവ് വേണമെന്നല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനോട് ചേർന്ന് നമ്മൾ പറയേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നതിന് അത് ഒരു വൈദികൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ടല്ല കാണുന്നത്. വിശ്വസ്തരായ ഭടന്മാരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള പ്രാപ്തി ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ആരോടാണ് യേശുവിനെക്കുറിച്ച് സാക്ഷിച്ചത്? ഒരു ചോദ്യം. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ആരോടാണ് സാക്ഷിച്ചത്? എങ്ങനെയാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അവരുടെ റെസ്പോൺസ് എന്തായി? അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു വൈദികൻ അറിയണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പലതും ഇപ്പോഴും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും വായിക്കുമ്പോൾ, ഈ പ്രസംഗമൊക്കെ തയ്യാറാക്കുമ്പോൾ, എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും സംശയമുള്ളത് മറ്റുള്ളവരോട് ചോദിക്കുകയും ഉള്ള അധ്വാനത്തിൻ്റെ പിന്നിലുണ്ട്. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചുള്ള ഒരു വൺ ടൈം പരിപാടിയല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുക, അത് പഠിപ്പിക്കുക, ആ ദൈവത്തിൻ്റെ വചനം താൽ ഇൻസ്പയർഡ് ആകുക, അത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഇടയാകും. മൂന്നാമത്തെ ഒരു കാര്യം, ഈ അറിവ് മാത്രം പോരാ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിദ്യാസമ്പന്നരാണ്, വളരെ അറിവുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നമ്മളൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെങ്കിൽ ഈ നമ്മുടെ വിശ്വാസം നമ്മൾ എത്രമാത്രം നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം. വിശ്വാസം എന്തിനു വേണ്ടിയാണ്? അതൊരു ആശയപരമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒന്നല്ല. നമുക്ക് എന്തുണ്ടാവണം? ടു എക്സസൈസ് യുവർ ഫെയ്ത്ത്.
നമ്മളുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, പ്രവൃത്തി പദത്തിൽ, ജീവിതത്തിൻ്റെ ആ പ്രവർത്തന മേഖലയിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. ഇപ്പോൾ യേശു പറഞ്ഞ പല കാര്യങ്ങൾ, ഈ സെർമൺ ഓൺ ദ മൗണ്ട്, ഒരുപാട് കാര്യങ്ങൾ യേശു പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ. എന്നാൽ ബുദ്ധിമാൻ ആരാണെന്ന് യേശു ഒടുവിൽ പറഞ്ഞു നിർത്തി. സെർമൺ ഓൺ ദ മൗണ്ടിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയതല്ല, എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ, അവനാണ് ബുദ്ധിമാൻ. കാരണം ഈ വിശ്വാസം നമ്മൾ മനസ്സിലാക്കി, അക്കാഡമിക്കായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ, യേശു പറഞ്ഞത് ഈ മണലിന്മേൽ വീട് വെച്ചതിനോട് തുല്യമാണ്. അത് ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് പിടിച്ചിരിക്കാനൊന്നുമില്ലാതെ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ട് ഞാൻ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ്, അത് മാത്രം സൂചിപ്പിക്കാനായിട്ട് അതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനോടൊക്കെ അറിയാമായിരിക്കും. ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡീപ്പനിങ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ ഫെയ്ത്ത്. നമുക്കെല്ലാം വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുണ്ട്. അതിനെ ഒന്ന് ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഡീപ്പനിങ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അത് മുഖാന്തരം നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായിട്ട് കൂടുതലായിട്ട് വളരുവാനും നമുക്ക് ഇടയാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വേദശാസ്ത്രപരമായിട്ടുള്ള പഠനത്തിൽ ഞങ്ങളെ സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ കാര്യങ്ങൾ അന്ധമായിട്ട് കാണുകയല്ല. അന്ധമായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ക്രിട്ടിക്കൽ തിങ്കിങ്. കാര്യങ്ങളെ ഒന്ന് വിശദീകരിച്ച് ഒരു വിമർശനാത്മകമായി അതിനെയൊക്കെ ഒന്ന് കാണാനായിട്ട്, അത് പഠനത്തിൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതെന്താണ് അങ്ങനെ വന്നത്, അതെന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ. അത് ഈ ശാസ്ത്ര പഠനത്തിനെ പോലെ തന്നെ വേദപുസ്തക പഠനത്തിലും അത് കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിനോട് ചേർന്ന് പറയാനായിട്ടുള്ളത്, ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനം ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, എല്ലാ സഭകളിലും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേദശാസ്ത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ തിയോളജിക്കൽ ആയിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഈ മേഖലയിൽ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ഒരുപാട് കാഴ്ചപ്പാടുകൾ. ഏതെങ്കിലും ഒരു ഡോക്ടറിനോ ഒരു കാര്യം എടുക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു തിയോളജിക്കൽ ഡിഫറൻസ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് പലരുടെ പെർസ്പെക്റ്റീവ് നമുക്കുണ്ടാവും. അപ്പോൾ വേദശാസ്ത്രപരമായിട്ടുള്ള പഠനം നന്നായിട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം വളരെ ഓപ്പണായിരിക്കണം. വളരെ വിശാലമായിട്ടുള്ളൊരു തുറന്ന മനസ്സ് നമുക്കില്ല എങ്കിൽ നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. കാരണം പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ചരിത്രത്തിലുണ്ടായത് റെഫർമേഷനാണ്. റെഫർമേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം തന്നെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങാണ്. കാരണം അന്ന് വേദപുസ്തകന്മാരുടെ ആരുടെയും കയ്യിലില്ലായിരുന്നു. വേദപുസ്തകം വന്നു, അച്ചടി തുടങ്ങി, എല്ലാവരും വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയോണ്ടേ മാർട്ടിൻ ലൂതർ തുടങ്ങിയ ആളുകൾ പറഞ്ഞു, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനല്ലല്ലോ. ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലല്ലോ രക്ഷിക്കപ്പെടുന്നത്. രക്ഷയെന്ന് പറയുന്നത് കൃപയാലാണല്ലോ.
യു ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭ പറഞ്ഞു, നിങ്ങളും ഞാനും രക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മുടെ നേട്ടമല്ല. അത് ബൈബിള് കൈ കിട്ടിയപ്പോൾ, ആളുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചിന്താമണ്ഡലത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തെ ആ തരത്തിൽ കാണുവാൻ, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതുപടി അങ്ങ് ഉൾക്കൊള്ളുകയല്ല, ആ ബിഷപ്പ് പറഞ്ഞതിൻ്റെ അകത്ത് എന്താണ് കാര്യമെന്ന് ചിന്തിക്കാനായിട്ടുള്ള പ്രാപ്തിയുടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അതിനോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ ജീവിക്കുന്നത് ഈ ഒറ്റപ്പെട്ട ഒരു സമൂഹത്തിലല്ല, നമ്മൾ ഒരുപാട് ചരിത്രം പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മുസ്ലിം കൾച്ചറുണ്ട്, ഹൈന്ദവ കൾച്ചറുണ്ട്, ഇവിടുത്തെ പ്രാകൃതമായിട്ടുള്ള കൾച്ചറുണ്ട്. അപ്പോൾ അവരുടെ ആചാരങ്ങളുണ്ട്. അപ്പോൾ ഈ ആചാരങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫെയ്ത്തുമായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെ അതിൻ്റെ അർത്ഥം എന്താണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവുന്നു. ഈ കല്യാണത്തിന് ഈ താലി കെട്ടുന്നു, അതൊരു ഇന്ത്യൻ ട്രഡീഷനാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ഈ കെട്ടുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അച്ചായന്മാരൊക്കെ പറയാറുണ്ട്, നീ മുറുക്ക കെട്ടിക്കണോ. അപ്പോൾ എന്താണ് ആ കെട്ടിൻ്റെ പ്രാധാന്യം? അതിന് വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഈ വെസ്റ്റേൺ ട്രഡീഷനിലെ വിവാഹമോതിരമാണ്, താലികെട്ട് പരിപാടി അവിടെ ഇല്ലല്ലോ. എന്നാൽ നമ്മുടെ സംസ്കാരത്തിൽ കെട്ടുകയാണ്. അപ്പോൾ ആ കെട്ടിൻ്റെ, ആ നോട്ടിൻ്റെ ഇമ്പോർട്ടൻസാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹം പറയുന്നത്, ഇവിടുത്തെ കൾച്ചർ പറയുന്നത്, ഇത് സ്റ്റെബിലിറ്റി ആൻഡ് പെർമനൻസ്. ഈ വിവാഹം എന്നും നിലനിൽക്കുന്നതാണ്. മുറുക്കി കെട്ടണമെന്ന് അതുകൊണ്ട് അപ്പച്ചന്മാർ പറയുന്നതിൻ്റെ പിന്നിലുള്ളതാണ്. എന്നും നിലനിൽക്കുന്ന, ഇത് പിരിയാനായിട്ടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അങ്ങനെയുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഫെയ്ത്തുമായിട്ട്, അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ കല്യാണത്തിന് ഇങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ വിശ്വാസത്തിന് അത് എതിരാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ തിയോളജിക്കൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പള്ളിയിൽ അത് എത്രമാത്രം പ്രായോഗികമായി നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചിരിക്കുന്ന ഒന്ന് അല്ല, ഇതെല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യം, ഇന്ന് മുമ്പുള്ള അച്ഛന്മാരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഈ വേദപുസ്തക പഠനം 10ാം ക്ലാസ് കൊണ്ട് തീരുക. നമ്മൾ കുട്ടികളെ സൺഡേ സ്കൂളിൽ അയക്കുന്നു, അവരെ ബൈബിളൊക്കെ പഠിപ്പിക്കുന്നു, നല്ല കാര്യം. എന്നാൽ ഇവിടെ മുതിർന്നവർക്ക്, നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരു വേദ പഠനത്തിന് ഒരു വേദിയുണ്ട്, ഒരവസരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേദ പഠനം അല്ലെങ്കിൽ കൂടി വന്ന് നമ്മുടെ വിശ്വാസം, ഷെയറിങ്, ഇൻ്ററാക്റ്റിങ്, അതിനുള്ള ഒരു ഒക്കേഷൻ നമുക്കില്ല. അഡൽട്ട് ബൈബിൾ സ്റ്റഡി പ്രോഗ്രാം വേറെ പല സഭകളിൽ അത് അനുവർത്തിച്ച് പോകുന്നുണ്ട്. ഞാൻ വിദേശത്തൊരു ഇടവയിൽ, അത് മലയാളികളുടെ അല്ല, ഇംഗ്ലീഷ് ഇടവയിൽ ഞാൻ പോയപ്പോൾ അവരുടെ ഇടവക ഈ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി അവർക്ക് ഒരു ബുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ബൈബിൾ ബുക്കല്ല, ഒരു സാധാരണ ഒരു ഇൻസ്പിറേഷണൽ ബുക്കാണ്. അതെല്ലാവരും ഒന്നിച്ചു കൂടി വന്ന് അത് വായിച്ച് ഡിസ്കസ് ചെയ്യുക വിശ്വാസത്തെ. ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരു യോഗത്തിൽ ഫാമിലി പ്രയർ മീറ്റിംഗ് എന്നാണ് അവർ പറയുന്നത് തന്നെ, അതിന് ഞാൻ സംബന്ധിച്ചാണ്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ ഈ ഒരു വിശ്വാസ സമൂഹത്തെ ഒന്ന് എൻലൈറ്റൻ ചെയ്യാനായിട്ട്
അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഇതാരാ നയിക്കുന്നത്? അതിന് അച്ഛനില്ല, വീട്ടുപ്രാർത്ഥന പോലും അച്ഛനില്ലെങ്കിൽ നടക്കാൻ വയ്യാതൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് വോളണ്ടിയേഴ്സ് ഉണ്ടാവണം. നമ്മൾ വേദപുസ്തകം വായിച്ച് പഠിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ലീഡർ വന്ന് അത് പറഞ്ഞു തന്നാലേ മനസ്സിലാകുന്നില്ല. അത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു മുറിയിലിരുന്ന് വേദപുസ്തകം വായിച്ച് നമുക്ക് അന്യോന്യം ആശയങ്ങൾ പങ്കുവെച്ച് അത് നമുക്ക് പുതിയ ഉൾക്കാഴ്ച കിട്ടും. എൻ്റെ ആശയമായിരിക്കില്ല നിങ്ങളുടെ ആശയം. നമുക്കൊന്നിച്ച് വായിക്കാൻ പഠിക്കും. അതൊരു മാർഗം. രണ്ടാമത്തെ സെൽഫ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൽ. എത്ര പേര് ഇവിടെ നമ്മൾ കുട്ടികളോട് പറയും ബൈബിൾ മുടങ്ങാതെ വായിക്കുന്നു. മുതിർന്ന നമ്മൾ മുടങ്ങാതെ ബൈബിൾ വായിച്ച് അതിന് ആവശ്യമായിട്ടുള്ള വിവരണം അല്ലെങ്കിൽ ഡിവോഷണൽ ബുക്ക്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് വായിക്കുന്നുണ്ട്. നമ്മളുടെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി. ഇപ്പോൾ ഒരുപാട് ടൂൾസ് അതിനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ ഉള്ള ഈ സമയത്ത് ഒരുപാട് ടൂൾസ് അവൈലബിളാണ്. നമുക്ക് ഈ പണ്ടായിരുന്നു ഈ ഗുരുകുല വിദ്യാഭ്യാസം. ഒരു ഗുരു വേണം. യഹൂദ ക്രിസ്തീയ പാരമ്പര്യത്തിലും ഉണ്ട് ഗുരു. യേശുവിനെ വിളിച്ചത് റബ്ബി എന്നല്ലേ. നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ ഒരു ഗുരു ഇല്ലാതെ വിദ്യാഭ്യാസമില്ല. ഗ്രീസിലും അതായിരുന്നു. സോക്രട്ടീസിൻ എന്ന ഗുരുവിൻ്റെ ചുറ്റും ആളുകൾ കൂടുമായിരുന്നു. എന്നാൽ ഇന്ന് വളരെ കാലം മാറിയതുകൊണ്ട് ഇപ്പം നമ്മൾ പഠിക്കുന്ന ഇവിടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലൊക്കെ ടീച്ചർലെസ് ക്ലാസ്സസാണ് ഉണ്ടാകാൻ പോകുന്നത്. ടീച്ചറില്ലാതെ. അപ്പോൾ അതൊക്കെ പുതിയ കണ്ടെത്തലുകളാണ്. എന്നാൽ നമ്മളുടെ വേദശാസ്ത്രപരമായ പഠനത്തിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ ഈ ഒരു ചലഞ്ചാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതല്ലാതെ വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് അവരെ അയക്കുക എന്നുള്ള അവർ ഓൺ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്വന്തം പഠനം, നമ്മുടെ സ്വന്തം സ്പിരിച്വൽ ഗ്രോത്ത്, നമ്മളതിനെന്ത് ചെയ്യുന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. മോശ ദൈവത്തോട് ചോദിച്ചു, നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ എന്തുകൊണ്ട് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയാൻ പോകുന്നത്? അതിനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വയ്യാത്ത കാര്യങ്ങളായിരിക്കും. സുവിശേഷമായി വായിച്ചതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക്കാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ജീവിക്കുന്നില്ല. ചത്താൽ ജീവിക്കൂ എന്നുള്ളത് ഒരു പുതിയ ലോജിക്കാണ്. അതെങ്ങനെ ചത്ത് ജീവിക്കും? ചത്ത് കഴിഞ്ഞാൽ ജീവിക്കും. നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് അറിയുന്ന യേശു പറഞ്ഞു, നിങ്ങൾ ചാവാതെ ജീവിക്കത്തില്ലെന്ന്. ആ ഒരു ലോജിക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ പല തലങ്ങൾ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. എങ്ങനെയാണ് ഞാൻ ചാവുന്നത്? യേശുവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ ചാവുന്നത് എങ്ങനെയാണ്? ഞാൻ വളരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവമായിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്തിന് സഹായകരമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വേദശാസ്ത്രപരമായി ദൈവശാസ്ത്രപരമായി വളരുവാൻ നമുക്ക് ഇടയാവട്ടെ. ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കും. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം.